മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കിഴക്കമ്പലത്ത് ലൈസൻസ് ഇല്ലാത്ത പാർക്കിൽ 5 വയസ്സുകാരൻ മരിച്ചതിൽ വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ ഭരണകൂടം. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെയാണ് നീക്കം. RDO അന്വേഷിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ഉദ്യോഗസ്ഥർക്കുമേൽ കുറ്റം ചുമത്തി കൈ കഴുകാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. ഷബാസ് അഹമ്മദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷബാസ്, ഈ ഉദ്യോഗസ്ഥരുടെ മേൽ മാത്രം പഴിചാരി കൈ കഴുകാനുള്ള ഒരു ശ്രമം, അതൊരു പിഞ്ചു ജീവൻ പൊലിഞ്ഞതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ, ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നുള്ളതാണ്. ഏതായാലും ഇതിന്റെ പേരിലുള്ള രാഷ്ട്രീയ പോര് ഒരു വശത്ത് നടക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും സുധി, ഈ 5 വയസ്സുകാരൻ കിഴക്കമ്പലത്തെ ലൈസൻസ് ഇല്ലാത്ത പാർക്കിൽ അപകടത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഒരുങ്ങുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടം ഒരു വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. RDO വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ജില്ലാ കളക്ടർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 ആഴ്ചക്കകം തന്നെ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ കിഴക്കമ്പലം പഞ്ചായത്ത് സെക്രട്ടറിയും 3 ആഴ്ചക്കകം ഇതിലൊരു റിപ്പോർട്ട് നൽകണം. ഒപ്പം ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം 5 വയസ്സുകാരന്റെ ദാരുണമായ മരണത്തിനു ശേഷം എന്ത് നടപടിയാണ് അതിൽ സ്വീകരിച്ചത് എന്ന കാര്യവും പഞ്ചായത്ത് വിശദീകരിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കൃത്യമായൊരു അന്വേഷണം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം ഉദ്യോഗസ്ഥരുടെ മേൽ കുറ്റം ചാർത്തിക്കൊണ്ട് കൈ കഴുകാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഈ സ്ഥാപനത്തിന് ലൈസൻസ് വേണ്ട എന്ന് പറഞ്ഞ ഇത്തരം ഒരു സംഭവത്തിലേക്ക് തള്ളിവിട്ടത് എന്ന ആരോപണം തന്നെയായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത്. എന്നാൽ ഇത് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൃത്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അനാസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. പഞ്ചായത്ത് മെമ്പറുടെ വീട് ഈ പാർക്കിന്റെ തൊട്ടടുത്താണ്. ആ സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല, നിയമവിരുദ്ധമായി പാർക്ക് പ്രവർത്തിക്കുന്നത് അറിഞ്ഞിരുന്നില്ല എന്നൊരു വാദം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരുന്നു എന്നും ഉടമകളോട് ലൈസൻസ് എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നുമുള്ള പ്രതികരണം പ്രസിഡന്റിന്റെയും മെമ്പറുടെയും ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ അനാസ്ഥ തന്നെയാണ് ഈ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് 5 വയസ്സുകാരന്റെ ഒരു ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, ഉദ്യോഗസ്ഥർ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളതാണ്. ഷബാസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.